വീടിൻ്റെ തൊട്ട് താഴെ പിന്നെ തോട്ടിലേക്കൊന്ന് വന്നേക്കുവാണ്. 2 ദിവസമായി മഴ കുറച്ച് കുറഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വന്നതാണ്. അപ്പം ഒത്തിരി വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നെ വെള്ളത്തിലിറങ്ങണം കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം ഒഴുക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം കളിച്ചോട്ടെ. ഇപ്പോൾ അടുത്ത ആഴ്ച ക്ലാസ്സൊക്കെ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതിപ്പോൾ ഇവിടേക്കും പോകുന്നില്ലല്ലോ. മഴ തുടങ്ങിയ ശേഷം വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ. നല്ല വെള്ളമാണ്. അതെന്താ മൊത്തം മഴയായതുകൊണ്ട് മൊത്തത്തിലൊരു ഫുള്ള് കാടൊക്കെ കയറി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത്. റോഡിലൊക്കെ ഫുള്ള് മരങ്ങളൊക്കെ വീണ് അതൊക്കെ എടുത്ത് മാറ്റി മൊത്തത്തിൽ. പക്ഷെ വെള്ളത്തിന് നല്ല അധികം ശക്തിയായിട്ടുള്ള ഒഴുക്കൊന്നുമില്ല. വെള്ളത്തിൻ്റെ അടിയിലുള്ള കല്ലുകളൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അവർ ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതേ സ്ഥലത്ത് എനിക്കിത് കാണുന്നുണ്ടാണ് ഓർമ്മ വരുന്നത്. ഇതേ സ്ഥലത്ത് എൻ്റെ ചേച്ചി ഞാനൊക്കെ ആദ്യം ഞങ്ങൾ കുഞ്ഞായ സമയത്ത് ഞങ്ങളെ അമ്മമ്മ ഇവിടെ കുളിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇവർ ഇന്നത്തെ പോലെ എല്ലാവരും അപ്പോൾ ഈ സൈഡിൽ കൂടെ പോകുന്ന ആ റോഡൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ടാറിങ്ങൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്താ അത്ര ഇന്നത്തെ അവസ്ഥയിലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാനൊക്കെ ഇവിടെ വരുമ്പോൾ അലക്കാനും കുളിക്കാനൊക്കെ ഞങ്ങൾ ഇവിടെയായിരുന്നു വരിക. നല്ല ആ ഓർമ്മകൾ എന്താ പറയുക, സ്വീറ്റ് മെമ്മറി ഒക്കെ വരുവാണ്. അപ്പോൾ തോടിനടക്കം എല്ലാത്തിനും മാറ്റം വരില്ല. അപ്പം തോടിനും അടക്കം ഇതിലൂടെ കെട്ടൊക്കെ വന്നപ്പോൾ സൈഡൊക്കെ കെട്ടിയപ്പം തോടിനടക്കം എന്തോ വ്യത്യാസം വന്ന പോലെയൊക്കെ തോന്നും. ഇറങ്ങി റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനൊക്കെ സുഖമായിരുന്നു. ഇപ്പം പിള്ളേരൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. 2 ഭാഗവും നല്ല ഹൈറ്റ്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ താഴെയുള്ള നമ്മളെ തന്നെ കിണറാണ്. കാരണം ഇത് വയലാണ് കേട്ടോ, റോഡിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിലോട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൃഷിയൊക്കെ ആയിരുന്നു. എല്ലാം കൂടി മഴയായതെല്ലാം പോയി. പിന്നെ ചുവന്ന ചീര കിണറൊക്കെ നമ്മൾ വേനൊക്കെ തേകി വൃത്തിയാക്കിയിട്ടേക്കും. അപ്പോൾ സൂപ്പറാണ് വെള്ളമൊക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ. ഈ മഴക്കാലവും നമ്മളെ വീടിന് ചുറ്റുപാടുള്ള കാഴ്ചകളും